മാക്സിമം ഈ വീക്കെൻഡ് തന്നെ പോരെ. നമുക്ക് കുറിഞ്ഞ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് ആരുടെ ഒരു ശല്യം ഇല്ലാണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണാനായിട്ട് സാധിക്കും ഇവിടെ കള്ളിപ്പാറയില്. ഇവിടെയാണ് ആ നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം. പല്ല് തേക്കാണ്ട് വന്നവൻ 12 മണിക്ക് ഇറങ്ങി 3 മണിക്ക് എഴുന്നേറ്റ് ചേട്ടായി. ആണോ? അനിയനും അല്ലി ചേട്ടനും സൂയിസൈഡ് ചെയ്തത്. അയ്യോ എവിന്റെയോ? അയ്യോ ഡ്രൈവർ മാറി. എൽദോസ് ചളി അടിച്ചേടാ ഇങ്ങനെ പറഞ്ഞ ചളി വരൂല. ആണാടാ? ആ ശരിയാ. എടാ ഇന്നത്തെ യൂട്യൂബ് വീഡിയോ ചേട്ടായുടെ പെർസ്പെക്റ്റീവ്. നമുക്ക് ചേട്ടായിനെ കൊണ്ട് എടുപ്പിക്കാം. ഇത്രയും ഹൈറ്റ് ഉണ്ട് ഈ ഒരു സാധനത്തിന്റെ ഈ ഒരു ഇതിന്റെ റേഡിയസ് തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നു പോലും ഇല്ല അല്ലേ ഇത് കൂളായിട്ടൊക്കെ ഇറങ്ങണേന്ന് തോന്നും. പക്ഷെ അത്രയും ശക്തമായിട്ടുള്ള കാറ്റടിച്ചാൽ മാത്രമേ ഈ സാധനം ഇത്രയും സ്പീഡിൽ ഇങ്ങനെ കറങ്ങുള്ളൂ. ശരിക്കും എന്ത് വലുതല്ലേ. ഇതാണ് ഇതിന്റെ മോട്ടർ. അവിടെ ഇരിക്കുന്ന 3 ലീഫ്. എനിക്ക് അങ്ങനെ അത് ഒന്നില്ലെങ്കിൽ അത് കേടായിട്ടെല്ലാം നന്നാക്കാൻ ഒരു വെച്ചേക്കണേ ആയിരിക്കും, അല്ലെങ്കിൽ വല്ലതും ഇനി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണേന്ന് തോന്നുന്നു. നിങ്ങൾക്കൊരു സത്യം അറിയാം, ഞങ്ങളൊരു സ്വെറ്റർ പോലും കിട്ടത്തില്ല. ഞങ്ങൾ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ്, തണുത്ത് വിറച്ച് മരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ആദ്യം നിന്ന ചതുരംഗപ്പാറയുടെ തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു വ്യൂ പോയിന്റ് ആട്ടോ ഇത്. ഈ മലയെ കാണുമ്പോൾ ഒരു കൊടൈക്കനാൽ മലകളുടെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് ഈ സാധനത്തിന്. നമ്മുടെ വഴികാട്ടി ബേസിൽ എൽദോസിന് തണുക്കാന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും തണുക്കണില്ല. ഐസ് അതെ അതെ. ഇവിടെ നിങ്ങൾക്ക് ട്രിപ്പ് വരണമെങ്കിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ബേസിലിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ബേസിൽ എന്റെ കസിനാണ് അല്ലേടാ, നീ എന്റെ ചേച്ചിയുടെ മോനാണ്. ചേച്ചിയുടെ മോനെ. നമ്മൾ ആ മലയിൽനിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വെസ്റ്റേൺ ഗാർഡ്സിന്റെ എൻഡ് ആണ് ശരിക്കും നമ്മുടെ ആ മല. അവിടെ നമുക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാം. ഒരു ബോർഡർ കാണാൻ പറ്റും, നമ്മുടെ കേരളവും തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഒരു ബോർഡർ. നല്ല രസമാണ് അത് കാണാൻ. ഞാൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് രസമാണെന്ന് പറഞ്ഞതെന്ന്. സംഭവമൊക്കെ അടിപൊളിയാണ്, പക്ഷെ ഭയങ്കര കാറ്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത പലതും നമുക്ക് ഇവിടെ വന്ന് ഈ തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് ഒരു രസമുണ്ട്. എന്താണ് പിന്നെ അയ്യോ ഞാനത് പറയാൻ മറന്നുപോയി, ചെവി നന്നായിട്ട് അടയും കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും പഞ്ഞി അങ്ങനെ എന്തെങ്കിലും കരുതണം. അതുപോലെ സ്വെറ്ററോ ഷോളോ എന്താണെന്ന് വെച്ചാൽ എന്തായാലും കരുതണം. എസ്പെഷ്യലി വെളുപ്പിന് സമയം കൂടി ആയതുകൊണ്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല. ഈ സ്ഥലത്തിന്റെ പേര് ചതുരംഗപ്പാറ എന്നാണ്. പിന്നെ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് കള്ളിപ്പാറ വരുന്നത്. കള്ളിപ്പാറയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നീലക്കുറിഞ്ഞിയൊക്കെ പൂത്തത്. ഇത്തവണ പൂത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. കഴിഞ്ഞോളൂ അതെ അതെ. എത്ര 12 വർഷം കൂടുമ്പോഴല്ലേ പൂക്കോളൂ. പൂത്തുപോയ മലയിൽ പിന്നെ പിന്നെ പൂക്കുന്നതാണ് ബേസിൽ പറയുന്നത്. ചേട്ടായി അതെ എക്സ്പെർട്സ്. ഹായ്. വെന്ത് തണുത്തുറഞ്ഞ്
ലിനിച്ചേട്ടനെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. ലിനിച്ചേട്ടന്റെ ഫാനാണ് ഇരിക്കുന്നത്. ഈ വീഡിയോ ലിനിച്ചേട്ടൻ കാണുമ്പോൾ ലിനിച്ചേട്ടൻ കമന്റ് ഇടുക. ലിനിച്ചേട്ടന്റെ ഫാൻ ഞാൻ കാണാറുണ്ട്. പറയുടെ പേരൊക്കെ പറഞ്ഞു പൂച്ചേട്ടെ പറ്റിട്ട് ഞാൻ കാണാറുണ്ട്. അംബാനി. കേരള തമിഴ്നാട് ബോർഡർ ആണ് ഈ കാണുന്നത്. ആ ബോർഡർ തിരിച്ചു വെച്ചേക്കണെയാണ് ആ മുള്ള് മറ്റേ വേലി കൊണ്ട് കേട്ടോ. ശരിക്കും ശാന്തമ്പാറ നമ്മുടെ ഒരു ബോർഡർ പ്ലേസ് ആയിട്ടാണ് വരുന്നത്. കാരണം എന്നോട് കുറെ നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ അവിടുത്തെ 2 ബോണ്ടയാണ്. ഇവിടെ ഒരു ബോണ്ടയുടെ വലിപ്പം കണ്ടോ. ഉള്ളിവട, ഉഴുന്നുവട, പരിപ്പുവട, നെയ്യപ്പം, വെട്ടുകേക്ക് എല്ലാം 2 പ്ലേറ്റ് പുരട്ടി. അടിമാലി പോകുമ്പോൾ അടിമാലിൽ എന്നും തണുത്തോളാം. പക്ഷെ ഇപ്പൊ തണുപ്പെന്ന് പറയുന്ന സാധനമല്ല. വീഡിയോ എടുത്തോണ്ടിരിക്കും. അടിമാലി പോകുമ്പോഴുള്ള കാര്യം പറ. അടിമാലി ആരാ ഉള്ള? ഇങ്ങോട്ട് നോക്കി പറ, ക്യാമറ നോക്കി പറ. അടിമാലിൽ മമ്മിയുടെ വീട്. അവിടെ പോയി കിടക്കുമ്പോൾ പണ്ട് അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂടാണ്. എന്റെ മുഖത്ത് നോക്കല്ലേ, ക്യാമറ നോക്കി സംസാരിക്കുക. എന്താ പറയണ്ട, ഇവിടെ തൊട്ട് നോക്കിയേ. ഒരു തണുപ്പില്ല. എല്ലാ ദിവസം തൊട്ടേടാ. എനിക്ക് മുട്ട പൊരിച്ചത്. പൊരിച്ചതല്ല, പുഴുങ്ങിയത്. പുഴുങ്ങിയത് എനിക്ക്. ഞാനും ദിവസം ഇങ്ങോട്ട് മാറുവാ. ഇവൻ രാജിവെക്കാൻ പോവാന്ന് പറഞ്ഞേ. ഇവൻ ഏലത്തോട്ടം വാങ്ങാൻ വേണ്ടിട്ട് നിർത്തി. അത് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. മണ്ണിൽ പണ്ട് വേർപ്പിന്റെ അസുഖം നിൽക്കുന്നുണ്ട്. ഇവിടെ വേർക്കില്ല, ചൂടില്ലല്ലോ. ഓ, നീ ആവശ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യില്ലേ? ആവശ്യമായിട്ട് ഭയങ്കര ഓഫ് റോഡായിരുന്നു. ഞങ്ങൾ വണ്ടി കയറ്റാനൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ വണ്ടിക്ക് കട്ടയില്ല എന്ന് പറഞ്ഞ് പിന്നെ ചെളിയിൽ പൊതിഞ്ഞത് കൊണ്ടും ശ്രമം ഉപേക്ഷിച്ചു. ഓഫ് റോഡ് കയറ്റാൻ അറിയാൻ പാടില്ല. നോട്ട് ദ പോയിന്റ് മൈനില്ല. ഇതായിരുന്നു നമ്മുടെ ഓഫ് റോഡ്. ഈ അവസരത്തിൽ ഞാൻ എന്റെ സൂപ്പർമാൻ ശ്രീയെ സ്മരിക്കുന്നു. അയ്യോ, അവനെ വെല്ലുവിളിച്ച് ശ്രീ കേറ്റൂല എന്ന് ചേട്ടായി പറഞ്ഞു. ഈ കണ്ടീഷനിൽ അവൻ കേറ്റൂല. വേറെ വണ്ടി കേറ്റേ. അയ്യോ, ഞാനിപ്പോ തന്നെ വീണേ. വേറെ ഒന്നും കൊണ്ടല്ല കേറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കയറി ചെല്ലുന്ന വ്യൂ അപാര വ്യൂ ആണെന്നാണ് ബേസിൽ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബേസിലിനെ പഞ്ഞിക്കിടോ. നമ്മൾ ഇവിടം വരെ കയറിയല്ലേ. അയ്യോ, ഇത് കയറിയില്ല. നമ്മൾ ഇവിടം വരെ വന്നു. അത് കയറി കൂട്ട് കിടന്നല്ലേ. ഇവിടം വരെ വന്നോളൂ. ടയറിന്റെ ഓട്. ഓ, ഇത് നല്ല ഓഫ് റോഡാ. കുറേ ദൂരം നടക്കാനുണ്ട്. ഞങ്ങൾ നടന്ന് വെറും 10% മാത്രമായിട്ടുള്ളൂ. ചാണകത്തിതോ? ആ, നല്ല ഫ്രഷ് ആനപ്പിണ്ടം കിടക്കുന്നു. ഓ, ആനപ്പിണ്ടത്തിൽ കേറില്ലാട്ടോ കോല്. ഫുൾ ഫൈബറാ. ഫ്രഷാട്ടാ. ഇപ്പൊ ഒന്നാണോ ഇനി? നമ്മുടെ തൊട്ടടുത്ത് ആന ഉണ്ടെന്നാട്ട് തോന്നണേ. കാരണം നല്ല ഫ്രഷ് ചാണകല്ല ആനപ്പിണ്ട. ഏ, അങ്ങനെ നമ്മൾ കേറി. ഓ എൻ്റെ അമ്മോ, അടിപൊളി. വാ. ഓ, ഇവിടെയാണ് മറ്റേ നീലക്കുറിഞ്ഞി പൂത്തത്. വെറുതെ അല്ല. അന്നത്തെ ഒരു ലാൻഡ്സ്കേപ്പിൽ തന്നെ ഭയങ്കര ഭംഗി നമുക്ക് തോന്നിയായിരുന്നു വീഡിയോസൊക്കെ കണ്ടപ്പോൾ. ഇന്നിപ്പോൾ നീലക്കുറിഞ്ഞി ഇല്ലാഞ്ഞിട്ട് പോലും ഈ പുൽമേടൊക്കെ കാണാൻ നല്ല ഭംഗി. അയ്യോ, മഴ. ഡ്രോൺ താത്ത്. ആണോ? ഡ്രോൺ പൈലറ്റ്. 100 വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെയാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ മരം കാണാനില്ല കേട്ടോ. ഇവിടെയൊക്കെ വന്നാൽ മാത്രമേ അത് കാണാനുള്ളൂ. ഈ ഹൈറ്റ് ഡിഫറൻസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നമ്മൾ ആദ്യം നിന്ന സ്ഥലം, അതിപ്പോൾ കോടമഞ്ഞ് വന്ന് മൂടിപ്പോയി, അവിടെയാണ്. അത് നമ്മുടെ ചതുരംഗപ്പാറ. അതിൻ്റെ നേരെ
ഏകദേശമൊക്കെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി ഹൈറ്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു പ്രദേശം, കള്ളിപ്പാറ എന്ന് പറഞ്ഞ പ്രദേശം നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ പോകാൻ പോകുന്ന സ്വർഗ്ഗമേട്ടിലേക്കാണ്. അത് കുറച്ചുകൂടി ഹൈറ്റ് കൂടി. അങ്ങനെ പല തട്ടുകളിലായിട്ട് നിൽക്കുന്ന ശാന്തൻപാറയിലെ ഡിഫറെൻറ്റ് സ്ഥലങ്ങൾ. കുറിഞ്ഞി യെസ്, നമ്മുടെ ഈ കള്ളിപ്പാറയിലാണ് കഴിഞ്ഞ വർഷം ഫുൾ കുറിഞ്ഞി പൂത്ത് അങ്ങ് നിറഞ്ഞു നിന്നത്. ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യാം കേട്ടോ അതിനകത്ത്. പക്ഷെ ഇപ്പോൾ കുറിഞ്ഞൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗി. എന്താടാ അതെ. അപ്പം നമുക്ക് മേളിപ്പം ഇതുണ്ടോ, നിൽക്കാൻ പറ്റുള്ള അത്ര നമ്മളെ ഇങ്ങനെ തള്ളിയിടുന്ന ടൈപ്പ് കാറ്റാ. ഓ ശരിക്കും ഭയങ്കര കാറ്റ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുറിഞ്ഞിയുടെ സീസണൊക്കെ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വർഷമായിരുന്നു പൂത്തായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ നീലക്കുറിഞ്ഞി അല്ലെങ്കിൽ മേട്ടുകുറിഞ്ഞി എന്ന് പറഞ്ഞ ആ ഒരു ചെടി. അതിന്റെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അയ്യോ അടിപൊളി. ഓ ഭയങ്കര ലക്കിയാ നമ്മളെ. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പൊ ഈ വീക്കെൻഡ് തന്നെ ട്രിപ്പ് വെച്ച് പിടിച്ചോ കേട്ടോ. ആന വെള്ളം കുടിക്കാനായിട്ട് വരുന്ന ഒലിയാണ്. നമ്മൾ വന്നപ്പോൾ ഒക്കെ നല്ല കാൽപ്പാടുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ചവിട്ടി പോയത് ശരിക്കും പേടിച്ചായിട്ടാണ് നിൽക്കണത്. പക്ഷെ പകലൊന്നും വരില്ല, ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കൊക്കെ ആന ഇറങ്ങുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇന്നലെയൊക്കെ വൈകുന്നേരം അല്ലെങ്കിൽ മിനിഞ്ഞാന്നൊക്കെ വൈകുന്നേരം വന്നതിൻ്റെ ആയിരിക്കും ഈ പാടുകൾ. നല്ലൊരു കട്ടിങ് ആണ്, കൊക്കയാണ്. ഇവിടെ നമ്മളങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ തമിഴ്നാട്ടിൽ ചെന്ന് അന്ത്യവിശ്രമം കൊള്ളാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലാണ്, പക്ഷെ ചാടിയാൽ തമിഴ്നാടാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് തൊണ്ടമൻ കോട്ട എന്നാണ്. ഇത് നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ ബോഡി ആ ഒരു തേനി വ്യൂ പോയിന്റിന് നടുക്ക് നിർത്തിക്കൊണ്ട് ഇതിന്റെ ചുറ്റും നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോണ റൂട്ടൊക്കെ കുഴികളാ. ഇപ്പൊ ഞാൻ ഉരുണ്ടി അടിയന് ഡിസ്റ്റൻസ് ഇട്ടാ നടക്കുള്ളൂ. നമ്മൾ കുറെ മലയും കുന്നുകളും ഒക്കെ കണ്ടു. ഇപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചു സ്വാഭാവികമായിട്ടും കുറെ മലയും കുന്നുകളൊക്കെ നമ്മൾ കണ്ടു. നിങ്ങൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും ഇവിടെ എന്താ മലയും കുന്നും മാത്രമാണോ ഉള്ളു, വെള്ളച്ചാട്ടം ഒന്നുമില്ലെന്ന്. അതാ അങ്ങോട്ട് നോക്കൂ, ഇതാണ് മരോട്ടിച്ചൂട് വെള്ളച്ചാട്ടം. നമ്മൾ നിൽക്കുന്ന സ്ഥലം പുത്തടിക്കുളമാണ്. ഇതും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സീനിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. സോ എല്ലാവരും എത്രയും വേഗം ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക, ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക.